എവ്രിവൺ, അരുണ മിസ് ആണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ LSS എക്സാമിനായാലും ഓണപരീക്ഷയ്ക്കായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടന്നിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരമാണ്, രണ്ടാമത്തേത് ഉപ്പ് സത്യാഗ്രഹമാണ്. അപ്പൊ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1930 സാൾട്ട് സത്യാഗ്രഹം നടക്കുന്നത്. അതേപോലെ തന്നെ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പൊ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ് രീതിയിൽ ഉത്തരങ്ങൾ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറിപ്പായിട്ടും ഉത്തരങ്ങൾ എഴുതാം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1942. അപ്പോൾ ഏകദേശം ആ ഒരു സമയമായപ്പോഴത്തേക്ക് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും തന്നെ അല്ലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നല്ല ശക്തിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ, ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പൊ മോചിപ്പിക്കുക എന്നുള്ളത് അല്ലെ, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോണം, അതുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് പ്രധാനമന്ത്രി ആയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു, എന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പാസ്സാക്കുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒരുപാട് ജനങ്ങൾ പങ്കെടുത്തിരുന്നു. അതിൽ കുട്ടികളുണ്ടായിരുന്നു, കോളേജ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നു, വൃദ്ധന്മാരുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പോരാടിയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 എന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ക്വിറ്റ് ഇന്ത്യ സമരത്ത് കാലഘട്ടത്തിൽ പകർത്തിയ ഒരു ചിത്രമാണ്. ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ കാണുന്നുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള മുദ്രാവാക്യവും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ഡു ഓർ ഡൈ എന്നുള്ള ഒരു സ്ലോഗൻ ആരാണ് റൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബൈ ഗാന്ധിജി അല്ലെ, ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് പോയിന്റുകളായിട്ട് ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ കുറിപ്പായിട്ടും എഴുതാം. അപ്പോൾ വളരെയധികം ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ഇതുപോലെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.